രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഇന്ധനവില കൂട്ടിയേക്കുമെന്ന റിപ്പോർട്ടുകൾ കേന്ദ്രം തള്ളി. PR അരവിന്ദ് വിവരങ്ങളുമായി. അരവിന്ദ്, ഈ പെട്രോൾ ഡീസൽ വില കൂടുമെന്നുള്ള പ്രചരണം ശക്തമായി നടന്നിരുന്നു. ഇപ്പോൾ അങ്ങനെ ഉണ്ടാകില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്, അല്ലേ? നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഇന്ധനവില വർദ്ധിക്കുമെന്നുള്ള പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും തള്ളുകയാണ്. വില വർദ്ധിപ്പിക്കേണ്ട വിപണി സാഹചര്യം നിലവിലില്ല എന്നതാണ് ആ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. പെട്രോൾ ഡീസൽ വില വർദ്ധിക്കില്ല എന്ന് തന്നെ കേന്ദ്രം ഉറച്ചു പറയുന്നു. നിലവിലെ വിപണി സാഹചര്യത്തിൽ ഇപ്പോഴുള്ള അവസ്ഥ അത് സുതാര്യമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇതുകൂടാതെ തന്നെ തെറ്റായ റിപ്പോർട്ടുകളിൽ ജനം വിശ്വസിക്കരുത്, ഈ പരിഭ്രാന്തി ഒഴിവാക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നുണ്ട്. കാരണം ഔദ്യോഗിക വിവരങ്ങളെ മാത്രം ആശ്രയിച്ചാൽ മതി എന്നതാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പെട്രോൾ വില വർദ്ധിക്കുമെന്ന് കാട്ടിക്കൊണ്ട് പല സംസ്ഥാനങ്ങളിലും പെട്രോൾ പമ്പുകൾക്ക് മുന്നിലും അതുപോലെ തന്നെ ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിലടക്കം വലിയുള്ള തിരക്ക് കഴിഞ്ഞ 2 ദിവസമായി അനുഭവപ്പെട്ടിരുന്നു. ഇത്തരം പരിഭ്രാന്തി പൂർണ്ണമായും ഒഴിവാക്കണം എന്ന് തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. നിലവിൽ പെട്രോൾ ഡീസൽ വർധനവ് അത് കേന്ദ്രത്തിന്റെ മുന്നിലില്ല, വർധന ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അരവിന്ദ് തുടരുക. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു. ബംഗാളിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പൊള്ളുന്ന വിലക്കയറ്റമെന്നാണ് പരിഹാസം. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറഞ്ഞപ്പോൾ കേന്ദ്രം ലാഭം നേടിയെന്നും പറയുന്നുണ്ട്. അരവിന്ദ് തന്നെയാണ് വിവരങ്ങൾ നൽകാൻ ഉള്ളത്. അരവിന്ദ്, കേന്ദ്രം അങ്ങനെ പറയുമ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ഇല്ല, തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും വില വർധനവ് കൊണ്ടുവരും, കേന്ദ്രം അത് ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കും എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, അല്ലേ? കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി കേന്ദ്രം നടത്താൻ പോകുന്നത് വിലക്കയറ്റമാണ്. ഇന്ധന വില വർധനവടക്കം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുമെന്നതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില കുറഞ്ഞപ്പോൾ കേന്ദ്രം അത് വലിയ രീതിയിലുള്ള ലാഭം കൊയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഉയരുമ്പോൾ അതിന്റെ ഭാരം ജനങ്ങൾക്ക് മേൽ അടിച്ചമർത്താൻ കേന്ദ്രം ഒരു നീക്കം നടത്തുന്നു അടക്കമുള്ള വിമർശനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. കാരണം ഈ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഇന്ധനവില വർദ്ധിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി പൊള്ളുന്ന വിലക്കയറ്റം എന്നതാണ് രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്, ജനങ്ങൾക്ക് മേൽ അധിക ഭാരം അയൽപ്പിക്കുന്നു എന്ന വിമർശനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതേസമയം തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ഇന്ധനവില വർദ്ധിക്കില്ല എന്ന് പറയുന്നു. എന്തായാലും ബംഗാളിലെ തെരഞ്ഞെടുപ്പ് നാളെ അവസാനിക്കാൻ പോവുകയാണ്. 4-ാം തീയതിയാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. എന്തായാലും അതിനുശേഷം എന്തായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്നതാണ് ജനങ്ങളടക്കം മുറ്റിത്തോന്നുന്നത്. കാരണം പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ചെറിയ അയവ് വന്നെങ്കിലും രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി തുടരുകയാണ്. ഹോർമുസ് കടലിടുക്കിലടക്കം നിരവധി കപ്പലുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ കപ്പലുകളെ മടക്കി എത്തിക്കണം, രാജ്യത്ത് ഇന്ധന സുരക്ഷ ഉറപ്പാക്കണം എന്ന് തന്നെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇന്ധന വർധനവില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോഴും വിമർശനം തുടർന്ന് തന്നെയാണ് പ്രതിപക്ഷവും മുന്നോട്ട് പോകുന്നത്. അനൂപ്, രാഹുൽ ഗാന്ധി വിമർശിക്കുന്നു, ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെ പരിഹസിക്കുന്നു. PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.